നമസ്കാരം. തബല സ്പോട്ടിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എവർക്കും ഹാർദവമായ സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കോട്ടയം ഭാഗത്താനം ശ്യാമോഹൻ്റെ വീട്ടിലാണ്. തബല മേക്കിംഗ് പരിപാടിയിലാണ്. നമുക്ക് ശ്യാമിനോട് ചോദിച്ചതിൻ്റെ തബലയെ കുറിച്ചുള്ള അതിൻ്റെ നിർമ്മാണ രീതിയിലെ കാര്യങ്ങളൊക്കെ നമുക്ക് ശരിക്കും മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ശ്യാമിനെ പരിചയപ്പെടാം. ശ്യാമി നമസ്കാരം. നമസ്കാരം. ശ്യാമ, എന്താണ് നമ്മൾ ഈ തബല ചെയ്യുന്ന രീതികളൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് നമുക്കൊന്ന് അറിവ്. ഒരുപാട് തബല വായിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് തബല വായിക്കുന്നല്ലാതെ അതിൻ്റെ ഉപരി അതിൻ്റെ മറ്റ് ആധികാരിക കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് അവർക്ക് പ്രേക്ഷകർക്ക് വേണ്ടി നമുക്ക് അതിൻ്റെ ചെറുതായിട്ട് വിശദീകരിച്ച് കൊടുക്കാം. അപ്പോൾ ഒന്ന് പറയാം അതിൻ്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞു. തബല എന്ന് പറയുന്നത് രണ്ട് പീസാണ്. അതായത് ഒന്ന് മെറ്റലിൽ, ഇത് ഡഗ അല്ലെങ്കിൽ ബായ എന്ന് പറയും. ഇത് തബല എന്ന് പറയുന്നത്. അപ്പം ഡായ ആൻഡ് ബായ, ബായ ആൻഡ് ഡായ അല്ലെങ്കിൽ ഡഗ ആൻഡ് തബല, ഇത് ചേരുമ്പോൾ പോലെ തബല സെറ്റാകുന്നത്. ഇത് ഇപ്പം കോപ്പറിൻ്റെ, ഇത് ചെമ്പിൻ്റെയാണ്. ഇത് ചെമ്പിലുണ്ട്, പിച്ചളയിലുണ്ട്, അതുപോലെ സ്റ്റീലിലുണ്ട്. പിന്നെ ഇതിൻ്റെ തൂക്കം അനുസരിച്ചാണ് ഇതിൻ്റെ ക്വാളിറ്റി. ഇതിപ്പോൾ ഒരു 3 കിലോ 600 ഗ്രാം വെയിറ്റുള്ള ഡഗയാണ്. അങ്ങനെ ആ ഡെപ്തുള്ള ടോൺ കിട്ടുന്നുണ്ട്. ഇതിപ്പം ഒരു ഫസ്റ്റ് ക്വാളിറ്റി ഡഗയാണ്, ഏറ്റവും നല്ല ക്വാളിറ്റിയാണ്. 3 കിലോ 3.5 കിലോ 4, 5 അങ്ങനെ പല വെയിറ്റുള്ള ഡഗയാണ്. അതിൽ ചെയ്യുന്ന മൂട്ടാണ്, ഇത് നമ്മൾ തന്നെ ചെയ്യുന്ന മൂട്ടാണ്. ഇത് എന്നാൽ ഇത് ആടിൻ്റെ സ്കിന്നാണ്, ആടിൻ്റെ. ഇത് മെടയുന്നത് ഒട്ടകത്തിൻ്റെ വാറാണ്. ഒട്ടകത്തിൻ്റെ ഇതുപോലെ തന്നെ ബ്ലീച്ച് ചെയ്തിട്ട് മിഷൻ കട്ടിങ്ങിൽ വരുന്ന ഒട്ടകത്തിൻ്റെ സ്കിന്നാണ് കട്ട് ചെയ്ത് വരുന്നത്. അതുകൊണ്ടാണ് ഈ സൈഡ് ഇങ്ങനെ മെടയുന്നത്. പിന്നെ ഈ ഡിസൈൻ ചെയ്തെടുക്കുന്നതും അതും ലെതർ തന്നെയാണ്. അതെ, ഇത് ആടിൻ്റെ സ്കിന്നാണ് നമ്മൾ ഇത് കളർ ചെയ്തെടുക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ മെടയുന്നത്. ഇത് ഡഗയുടെ മൂട്ട്, ഇത് തബലയുടെ മൂട്ട്. പിന്നെ ഇതുപോലെ വെച്ചിട്ട് പിന്നെ ഒന്നെങ്കിൽ നമുക്ക് ഇതുപോലെ വാറിട്ട് ഇത് ടൈറ്റ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ഇപ്പോഴത്തെ പുതിയ ടൈപ്പുള്ള നൈലോണിൻ്റെ സ്ട്രാഫ് ഉണ്ട്. ഇത് നൈലോൺ സ്ട്രാഫാണ്. ഇതിട്ടാണെങ്കിലും നമുക്കത് ടൈറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ആദ്യം ഉപയോഗിച്ചോട്ടെ നമ്മൾ ഇങ്ങനത്തെ തന്നെ വാറാണ്. പുതിയ രീതി വന്നിട്ട് നമുക്ക് ഇങ്ങനത്തെ വാറിൽ പക്ഷേ ഇപ്പൊ ഇതിനെക്കാട്ടും വെച്ച് നോക്കുകയാണെങ്കിൽ ലാസ്റ്റിംഗ് വാറ് ഞാനൊരു 2 വർഷം കഴിയുമ്പോഴത്തേക്കിന് പൂപ്പലടിക്കും. കാലാവസ്ഥക്ക് അനുസരിച്ചുള്ള പ്രശ്നം വരും. അപ്പൊ ഇതിനതില്ല. നൈലോൺ ഇപ്പൊ തണുപ്പിടിച്ചാലും കുഴപ്പമില്ല, അത് വെള്ളത്തിട്ടാലും കുഴപ്പമില്ല, അത് കളർ പോവോ അല്ലെങ്കിൽ ഒത്തിരി മുഷിഞ്ഞാലും നമുക്ക് വാഷ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ പുതിയ ടൈപ്പ് അതാണ്. അപ്പം ഈ നൈലോൺ വാറിട്ട് പണ്ട് കേരളത്തിലൊക്കെ പ്ലാസ്റ്റിക് ചേരാനായിട്ടുണ്ട് ഡഗായി. ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും പ്ലാസ്റ്റിക് ചേരിട്ട് അങ്ങനെ ആക്കാറുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ എങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ അതിനേക്കാൾ നല്ലത് എപ്പോഴും നൈലോൺ വാറോ അല്ലെങ്കിൽ തോലോ ഇട്ടാലേ അതിൻ്റെ യഥാർത്ഥ പ്യുവർ ടോണ് കിട്ടും. അപ്പോൾ ലാസ്റ്റിംഗ് കിട്ടും. അപ്പൊ ഇത് കഴിഞ്ഞതിന് ശേഷം വാറ് കോർത്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മഷി ഇടുന്നത്. പിന്നെ വുഡാണെങ്കിൽ നമ്മളിപ്പം ഇത് കണിക്കുന്ന കുറ്റിയാണ്. നമ്മുടെ കേരളത്തിലെ ഏറ്റവും നല്ല ബെസ്റ്റ് വുഡ് പറഞ്ഞാൽ പ്ലാവ്, കാണിക്കുന്ന മഹാകണി, അതാണ് ഇപ്പൊ ചെയ്യുന്നത്. ഈട്ടി ഉണ്ട് റോസ് വുഡ്, പക്ഷെ ഭയങ്കര കോസ്റ്റ് ചെയ്യാണ്ട് ആരും അങ്ങനെ ഈട്ടി ചെയ്യാറില്ല. പ്ലാവ് കണിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ചെയ്യാറുള്ളത്. പ്ലാവ് നമ്മളെ ചണ്ടയൊക്കെ മിക്ക കേരളത്തിലെ വാദ്യങ്ങൾക്കെല്ലാം പ്ലാവാണ്. തബലയൊക്കെ പ്ലാവാണ്. ചുവട് നല്ല കാതലായ ഭാവം നമ്മൾ ലേറ്റിൽ കളഞ്ഞെടുത്താണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ഹൈറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാം. ശരിക്കും ഒരു റോഷൻ തബലയുടെ ഹൈറ്റ് കഴിഞ്ഞാൽ 11 ഇഞ്ച് പൊക്കമാണ്. 11.5 ഇഞ്ച് പൊക്കമാണ് തബലയുടെ ഹൈറ്റ്. 15 ഇഞ്ച് പൊക്കം. ഡഗയും ഈക്വൽ തന്നെ, ഒരുപോലെ. ഇത് ചെറിയ ചില അരയിഞ്ച് വ്യത്യാസമുള്ള ഡഗകളും ഒക്കെ ഉണ്ടാവാറുണ്ട്. ഹാൻഡ്മെയ്ഡ് ഡഗയല്ലേ, ഇപ്പൊ എല്ലാം ഒരുപോലെ മോൾഡ് വരണമെന്നില്ല, മാറ്റം വരാൻ സാധ്യതയുണ്ട്. ചിലതൊക്കെ ഹൈറ്റ് ലേശം കുറവും. ഭാവിച്ച് തന്നെ 9 ഇഞ്ച് ആവാറുണ്ട്. നമ്മൾ ഇതിന്റെ സ്റ്റാൻഡേർഡ് അളവ് എത്രയാണ്? 9 ഇഞ്ച്. നേരത്തെ പണ്ട് കാലത്ത് 9 ഇഞ്ചായിരുന്നു. 9 കാലമായിട്ടുണ്ട്. 9 ഇഞ്ച്. ഈ രണ്ട് ലെവലിലാണ്. 9.5 ഉണ്ട്. 9.5 പക്ഷെ എന്റെ അഭിപ്രായത്തിൽ വായിക്കാനും കൈ ബാലൻസ് ചെയ്യാൻ എപ്പോഴും സുഖം 9.5. അതെ, അതാണ് ഇപ്പൊ സ്റ്റാൻഡേർഡ് ലെവലിൽ നമ്മുടെ ഫേമസ് ആർട്ടിസ്റ്റുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ സൈസ് ഡഗകളാണ് അല്ലേ. ഇനി നമ്മൾ ഇത് കോർത്ത് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഇതിന്റെ മഷി ഇടുന്നത്. അവിടെ നമ്മൾ ഷാഹി എന്ന് പറയും. നോർത്ത് ഇന്ത്യയിലെ നമ്മൾ കേരളത്തിൽ ഉപയോഗിക്കുന്ന പദങ്ങളാണ് പറയുന്നത്, അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം. നമ്മൾ മഷി എന്നാണ് ഇവിടെ പറയുന്നത്. ഷാഹി എന്നാണ് ശരിക്കും എൻ്റെ ചോറ്. ഇവിടെ ചോറ് എന്നൊക്കെ പറയും. ചോറ് പിന്നെ മഷി എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇനിയിപ്പോൾ ഇതിൻ്റെ മഷി ഇടുന്നതിൻ്റെ രീതി എങ്ങനെയാണ് അതിൻ്റെ നമ്മളിപ്പോ ഈ മൂട്ട് ചെയ്താല് നമ്മൾ ആടിന്റെ തോലല്ലേ, നമ്മുടെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ഇതിപ്പോ ചെയ്യാൻ വേണ്ടിയുള്ള റൗണ്ട് കട്ട് ചെയ്തിട്ട് അത് വെള്ളത്തിൽ കുതിർക്കുക. കുതിർത്തിട്ട് ശേഷം ഇതിൽ വെച്ച് നമ്മൾ വേറെ ചരട് കൊണ്ട് റഫായിട്ടുള്ള ചരട് കൊണ്ട് ആദ്യം
അതാണ് ഇതുപോലെ. ആ യെസ് ഓക്കെ. ആ ഇതിപ്പം ഡിസൈൻ ചെയ്തിട്ടില്ല. ഓക്കെ, മെടഞ്ഞിട്ടില്ല. ഇത് റഫിയറുടെ ഇതുപോലെ വലിച്ച് റഫിയറുടെ ഈ തോൽ ഇവിടെ നിർത്തിക്കൊണ്ട് ഇതങ്ങ് മെടയും. ഈ മുദ്ര അല്ല ഗജറ എന്ന് പറയും. ഇവിടെ അല്ല നമ്മുടെ കേരളത്തിൽ മുദ്ര എന്ന് പറയും. നമ്മളതിന്റെ മെയിൻ വാക്കുന്ന ഗജറയാണ്. ഗജറ. ഈ തോല് ഇപ്പൊ ഭയങ്കര ടെമ്പർ ആയിരിക്കും. അതിപ്പോ നമുക്ക് പറയുകയാണെങ്കിൽ ഞാനിപ്പോ കാണിച്ചില്ല. ഏകദേശം ഐഡിയ പറഞ്ഞുതരാം. ഇതിപ്പോ ഒരു ആടിന്റെ സ്കിന്നാണ്. അതെ. ഇതിപ്പോ നമുക്ക് ഉദ്ദേശിച്ച പോലെ നമുക്ക് ഒരു പഴങ്ങി തരത്തില്ല. അപ്പൊ ഇത് വെള്ളത്തിൽ കുതിർത്ത് കഴിഞ്ഞാൽ ഇത് സ്പോഞ്ച് പോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് നമ്മുടെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും ആ രീതിയിൽ ഇതിങ്ങനെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി രീതിയിൽ ഇതായി കിട്ടുന്നു. ആയിക്കോട്ടെ. അപ്പൊ ഇതുപോലെ വലിയ പീസ് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ആള് ഇതല്ലേ ഇതുപോലെ ഈ റഫ് ചേർത്ത് നമ്മൾ ഇതിൽ ലോക്ക് ചെയ്ത് ഇങ്ങനെ വലിച്ച് അടിയിൽ ഇങ്ങനെ തോലിൽ ഇറങ്ങി വലിച്ച് ടൈറ്റ് ചെയ്ത് നിർത്തിയിട്ട് 64 ഹോൾസ് ആണ് ഇവിടെ നമ്മൾ പഞ്ച് ചെയ്യുന്നത് ഈ തോലിന്റെ സൈഡിലായിട്ട്. ഇവിടെ 48 കേരളത്തിലൊക്കെ ചെയ്യുന്നത്. പക്ഷെ 48 അല്ല ഡഗ്ഗായ്ക്ക് ചെയ്യേണ്ടത്. ഡഗ്ഗായ്ക്ക് 64 ചെയ്യുന്നതന്നെ. ഡഗ്ഗായ്ക്കും തബലയ്ക്കും ചെയ്യുന്ന ഈ ഹോൾസിന് ഈ വാറ് വരുന്ന ഹോൾസിന് അളവുണ്ട്. അത് ഡഗ്ഗായ്ക്ക് 64 ഹോൾസ് ആണ്. 64 ഹോൾസിന്റെ ഇടയ്ക്കൂടെയാണ് നമ്മൾ ഈ വാറ് കോർക്കുന്നത്. ഓക്കെ. ശ്യാമ, ഇത് എത്ര ലെതറാണ് നമ്മൾ ഉപയോഗിക്കുക? എത്ര അട്ടി ലെതറാണ് ഉപയോഗിക്കുന്നത്? 3 ലെതർ. ഓക്കെ. അപ്പം അതൊന്ന് പറയാവോ ഫസ്റ്റ്? അതൊന്ന് ചാട്ടി. നക്കിവട്ടൻ കിനാറ്, നമ്മളെ കിനാർ എന്ന് പറയും. ഇതാണ് കിനാറാണ്. നമ്മുടെ നോർത്ത് ഇന്ത്യൻ കിനാറാണ്. ചോറുതോല്. ഓക്കെ. അതായത് നമ്മൾ മൈദാൻ എന്ന് പറയില്ല. മൈദാൻ അതിലാണ് ഇതകത്തുള്ള. നോക്കിക്കോളൂ, എല്ലാം ശ്രദ്ധിച്ച് കണ്ടോളൂ. ഓക്കെ. ഇതാണ് പറ്റുപോലെ. അതായത് നമ്മളെ ഈ തടിയേല് അല്ലെങ്കിൽ ഈ മെറ്റലേല് തടിയേല് മുട്ടി കിടക്കുന്ന തോലാണിത്. അപ്പോൾ ഇങ്ങനെ 3 അട്ടിത്തോലാണ് വരുന്നത്. ഇവിടെ നമ്മുടെ കേരളത്തിൽ മിക്ക തബല മേക്കേഴ്സും ചെയ്യുമ്പോഴത്തേക്കും 2 തോല കിട്ടുന്നത് സാധാരണ. 3 തോല ചെയ്യുന്ന ആൾക്കാർ വളരെ അപൂർവം വരുള്ളൂ. 2 തോലും ചെയ്യാം. പക്ഷെ എങ്കിലും 64 അടിച്ചൊക്കെ ചെയ്യുമ്പോഴത്തേക്കിന് ഒരു ടോണിന്റെ ഒരു ഡെപ്ത് വരണം. ടോൺ ക്വാളിറ്റി ഉണ്ടാവും. അപ്പൊ നോക്കിക്കോളൂ, ഇതൊക്കെ ശ്യാമിന്റെ മൂട്ടാണ്. ശ്യാം ഇവിടെ തന്നെ മെടഞ്ഞ് ചെയ്യുന്നത് അങ്ങനെയാണ്. ഇതുകൊണ്ട് ഇതെല്ലാം അതേ രീതിയിലുള്ളതാണ്. ഇത് ഇവിടെ മെടഞ്ഞ് വെച്ചിരിക്കുന്നൊക്കെ ഇതൊക്കെ ഓണത്തിന്റെ സ്പെഷ്യൽ വർക്കുകളാണ്. അപ്പൊ എന്നിട്ട് നമ്മൾ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മള് പിന്നെ അങ്ങനെ കെട്ടി വെക്കും. വെയിലത്ത് വെച്ച് ഉണക്കും. വെയിലത്ത് ഡയറക്റ്റ് വെയിലത്ത് വെക്കും. അല്ല, ഡഗ്ഗ വെക്കത്തില്ല. ഡഗ്ഗ കഴിഞ്ഞാൽ മെറ്റലായിട്ട് ഇതിനകത്ത് എയർ കയറും. അപ്പോൾ ഈ തോല് ഇങ്ങനെ വിയർത്ത് വരും. ഫുഡിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഇത് കാറ്റ് കൊടുത്ത രീതിയിൽ നമ്മുടെ തിന്നകയോ അല്ലെങ്കിൽ ഷീറ്റ് അടിയിലോ. അതെ. അത് ഡയറക്റ്റ് വെയിൽ കൊള്ളിക്കാതെയാണ് നമ്മൾ ഇത് ഉണക്കിയെടുക്കുന്നത്. ഡയറക്റ്റ് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ അതിന് സ്ക്രാച്ച് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ലെതർ കുഴപ്പമില്ല. ഡഗ്ഗ മെറ്റലായോണ്ട് ഈ മെറ്റലങ്ങ് പഴുത്തേക്കിന് ഇത് തോല് ഇങ്ങനെ ബൾജ് ചെയ്ത് തരും. അപ്പൊ ശ്യാമ് പറയുന്നത് നമ്മൾ ഈ രീതി പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് വുഡാണ്. ഓക്കെ. അപ്പൊ ഈ വുഡ് നമ്മൾ വെയിൽ വെച്ച് ഉണക്കാം. പക്ഷെ ഡഗ്ഗ തണലത്ത് വെച്ച് ഉണക്കോളൂ. ഓക്കെ, അത് മനസ്സിലായി. ബാക്കി കാര്യം പറയും ശ്യാമേ. ഇതെന്തിങ്ങനെ ഉണങ്ങി 2 ദിവസം സംഭവം സെറ്റായി. പിന്നെ ഇതിങ്ങനെ ഇങ്ങനെ ഊരി കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടോ സെറ്റായി. പിന്നെ ഇത് പശയൊന്നും അല്ല, ഈ 3 സ്കിന്നും ചേർത്താണ് നമ്മൾ ഈ സൈഡ് മെടയുന്നത്. പിന്നെ നമുക്കിത് വിളിക്കാൻ പറ്റത്തില്ല. ഓക്കെ. ഇത് ആദ്യം മുദ്ര നമ്മൾ ഇങ്ങനെ മെടയും. ഇങ്ങനെ മെടഞ്ഞെടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ ലെതർ കൊണ്ട് നമ്മളിത് പിന്നെ എടുക്കുകയാണ്. മെടഞ്ഞെടുക്കുകയാണ്. അതിൻ്റെ അകത്തൂടെ ഇനി ഇതിങ്ങനെ കയറ്റി മെടഞ്ഞെടുത്തിട്ടാണ് നമ്മൾ ഈ ക്വാളിറ്റിയിൽ ലെതർ ഇത് വരുന്നത്. ഇതൊരു ഷോ മാത്രമല്ല, അപ്പം ഈ ഗജറയ്ക്ക് നല്ല ബലമായിരിക്കും. ഇങ്ങനെ മെടഞ്ഞ് കിട്ടുന്നത് നല്ല ബലമായിരിക്കും. ഓക്കെ. അപ്പം എന്നതിന് ശേഷം പിന്നെ നമ്മളിത് എന്നിട്ട് വീണ്ടും അത് അഴിച്ചെടുത്തിട്ട് എഡ്ജെല്ലാം കട്ട് ചെയ്ത് അതിന്റെ ഈ രീതിയിലാവും. ഓക്കെ. അതെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് വീണ്ടും ഒറിജിനൽ സ്ട്രാഫ് ഈ റഫ് രണ്ട് മാറ്റിയിട്ട് ഒറിജിനൽ സ്ട്രാപ്പ് ഇട്ട് ആ സ്ട്രാഫ് വരുന്നത് ഈ മുദ്രയിലാണ് വരുന്നത്. ഇതുപോലെ മുദ്രയെന്ന് വന്ന് താഴെ ഇങ്ങനെ അടിയിൽ നമ്മളിങ്ങനെ റിങ്സ് വെക്കാം. കാണിച്ചു കൊടുക്കും ശ്യാമ. ഇതാണ് നമ്മൾ അടിയിൽ റിങ്സ്. ഇതിലാണ് നമ്മൾ വാറ് ഫിക്സ് ചെയ്യുന്നത്. അപ്പം മുകളിൽ നമുക്ക് മുദ്രയുണ്ട്. മുദ്രയിലേക്ക് നമുക്ക് ഹോൾ ഇട്ടിട്ടുണ്ട്. അതിൽ നമ്മൾ കോർത്തിട്ട് അടിയിൽ ഈ ബാറിന്റെ ഇടയ്ക്ക് കൂടെ കോർത്തിട്ടാണ് ഇത് വലിക്കുക. ഇവിടെയാണ് ഇങ്ങനെ ഫിക്സ് ചെയ്യും. ഓക്കെ.
എല്ലാവർക്കും മനസ്സിലായി. ഇതിപ്പോ ഒരു 5 ചുറ്റുണ്ട്, 5 ലെയർ ചുറ്റാണ്. ഇതുണ്ടോ, ഇത് നല്ല ഫസ്റ്റ് ക്വാളിറ്റി ലെതർ നോക്കിയോളൂ. ഇതാ ഒട്ടകത്തിന്റെ ലെതറാണ്. അത് 5 ഉണ്ടോ, 5 ലെയറാണ്. 1 2 3 4 5 ലെയർ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇത് പൊട്ടില്ല, അപ്പം അത്രയും സ്ട്രോങ്ങിലാണ്. ഓക്കെ, ഇതിലോട്ട് കാരണം ഇവിടുത്തെ ടൈറ്റ് മൊത്തം താങ്ങുന്നത് ഇതിലാക്കണം. യെസ്, ശരിക്കും ഇതിന്റെ നട്ടല്ലാണ്. ഓക്കെ 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 ഓക്കെ. ഇതിന്റെ 2 ലെയർ ഇട്ട് കഴിഞ്ഞാൽ 2 ലെയർ ആയി കഴിഞ്ഞാൽ കുഴപ്പമെന്ന് വെച്ചാല് ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ടോൺ പോയി. അതെ അതെ അതെ. അപ്പൊ ഈ മൂട്ട് പൊട്ടിപ്പോയാലും ഇത് പോരുന്നതാണ് നമ്മുടെ നിക്കത്തുള്ളൂ. ഓക്കെ ഓക്കെ. അപ്പൊ ഇതിലാണ് അത്രയും സ്ട്രോങ് ആയിരിക്കണത്. കാരണം വെച്ചാൽ ഇത് വലിച്ച് നല്ല ടൈറ്റ് ആണ്, നല്ല ടൈറ്റിൽ വലിച്ച് റോപ്പ് പുറത്ത് സെറ്റ് ചെയ്യും. എന്നിട്ടാണ് നമ്മള് റോപ്പെല്ലാം കോട്ട് കഴിഞ്ഞത് 16 കണ്ണ് ഇതുപോലെ ഈ നൈലോണിന്റെ സ്ട്രാപ്പ് ഇടുന്നത് 16 ഹോളാണ്. 16 ഹോളിൽ കൂടെയാണ് നമ്മൾ ഈ ലെതർ ഇടുന്നത്. പിന്നെ 16 കണ്ണെന്നാണ് നമ്മൾ ഇവിടെ പറയുന്നത്. 16 കണ്ണ്, 16 ഹോള്. അതായത് 4 വെച്ച് അതായത് ഒരു കണ്ണ് വെച്ചാൽ പിന്നെ അടുത്ത് 4 വെച്ച് 16 4 48 16 3 48 16 4 64. ഓക്കെ. എന്നിട്ട് അത് വാറ് വലിച്ച് ഈ ഗജറ ഗജറ ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങി വരും. ഇതിപ്പം പിന്നെ നമ്മൾ ഈ ഡഗ്ഗയുടെ മുകളിലാണ് നിൽക്കുന്നത്. അപ്പം വാറ് വലിക്കുമ്പോൾ ഇത് ഈ തണ്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരയും. അങ്ങനെ ഒരയാൻ പാടില്ല. അപ്പൊ ഇത് അതിനനുസരിച്ചിട്ടാണ് ഈ വള്ളി കൊണ്ട് നമ്മൾ വലിച്ച് ഇതിനെ ടൈറ്റ് ചെയ്ത് താഴെ വരും. അപ്പോഴത്തേക്ക് തോല് ടെമ്പർ ആവും. എന്നുവെച്ചാൽ അതിന്റെ സുഖം നോക്കിയിട്ട് വേണം അതിന്റെ ബ്ലാക്ക് സർക്കിൾ മഷി ഇടാൻ. ഓക്കെ, ശ്യാമ ഇത്രയും നല്ലൊരു അറിവ് നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുത്തതിന്. കാരണം ഒരുപാട് തബലിസ്റ്റുകളുണ്ട്, അവർക്ക് ആർക്കും ഇതിൻ്റെ ആധികാരികമായ കാര്യങ്ങളൊന്നും അറിയില്ല. എല്ലാവരും തബല വായിക്കലാണ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ നമുക്ക് ശ്യാമിൻ്റെ ഇതിൽ കൂടി നമുക്ക് ഒരു അറിവ് നമ്മുടെ തബല വായിക്കുന്ന പ്രേക്ഷകർക്ക് കൊടുത്തതിൽ വളരെ നന്ദിയുണ്ട്. ഇനി നമുക്ക് പിന്നെ അടുത്ത നമുക്ക് മഷി ഇടുന്ന രീതി നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമ്മൾ കാണിക്കുന്നതായിരിക്കും. അപ്പം വളരെ സന്തോഷം. താങ്ക് യു.